വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതുകൊണ്ട് പല ആളുകളും വിഷാദ രോഗികളായി മാറി. എനിക്ക് ജീവിതമില്ല, എനിക്ക് ജീവിതമില്ല, എനിക്ക് ജീവിതമില്ല എന്നിങ്ങനെയുള്ള സ്വയം കുറ്റപ്പെടുത്തലുകളാണ് അവരെ നിരാശപ്പെടുത്തി കളയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം എന്ന് വെച്ചാൽ കയ്യിൽ കിട്ടുന്നത് എന്ന് ഞാൻ വലിച്ചെറിയും. ഞാൻ വാതിൽ കടന്നു പോയാൽ വാതിൽ പടപടപടപടാന്ന് അടയ്ക്കും, ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പശുവിനെ കയറ് മടക്കി പിടിച്ച് എനിക്ക് മതി വരുവോളം ഞാൻ അടിക്കും. ഒരു കുറ്റവും ആ മൃഗം ചെയ്തിട്ടല്ല. പൂച്ചേൻ്റെ അടുത്തങ്ങ് വന്ന് സ്നേഹം പ്രകടിപ്പിച്ചാൽ ഫുട്ബോൾ അടിക്കുമ്പോൾ ഞാൻ അടിക്കും. എനിക്ക് എല്ലാറ്റിനോടും വെറുപ്പാണ്. എന്താണ് കാരണമെന്നറിയില്ല. അതൊരു ചെറിയ പ്രശ്നമല്ലല്ലോ. എന്താണ് കാരണം? അന്വേഷിച്ച് വന്നു. കുടുംബ പശ്ചാത്തലമൊക്കെ ചോദിച്ചപ്പോൾ ഇവളുടെ മൂത്ത 2 ചേച്ചിമാരുണ്ട്, മൂത്ത 2 ചേട്ടന്മാരുണ്ട്, അപ്പനും അമ്മയുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല. അപ്പോൾ എന്താ? എൻ്റെ മൂത്ത ചേച്ചിക്ക് 40 കല്യാണം കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ചേച്ചിക്ക് 38 കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവളാണ് ഏറ്റവും ഇളയത്. ഈ കുട്ടിയുടെ ദേഷ്യത്തിന് കാരണം എന്താണ്? ഇവരൊക്കെ വഴിമുടക്കി നിൽക്കുകയാണ്. മൂത്ത ചേച്ചി, രണ്ടാമത്തെ ചേച്ചി, ചേട്ടന്മാർ ഇവരെല്ലാവരും വഴിമുടക്കി നിൽക്കുകയാണ്. ഇവൾ അവളോട് തന്നെ പറയും, എൻ്റെ ലൈഫ് പോക്കാണ്, എനിക്കൊരു കുടുംബജീവിതം കിട്ടില്ല, ഈ മുന്നിൽ നിൽക്കുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, ഇവരൊക്കെ ഒഴിഞ്ഞു പോകാതെ എനിക്കെങ്ങനെയാണ് ലൈഫ് ഉണ്ടാവുക? അവരെ തല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വാതിൽ കൊട്ടി അടയ്ക്കുക. അവരെ ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പശുവിനെ ചീത്ത വിളിക്കുക. മതി ഒരുവോളം കയറ് മടക്കി പിടിച്ചടിക്കുക. അവരെ തൊഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പൂച്ചയെടുത്ത് ഫുട്ബോൾ അടിക്കുക. ഈ പെൺകുട്ടി പ്രകടിപ്പിക്കുന്ന എല്ലാ രൂക്ഷമായ പ്രകടനങ്ങളും അവളുടെ മനസ്സംഘർഷത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയോ ആളുകൾ പെരുമാറുന്നുണ്ടാകണം. ഉള്ളിലെ സംഘർഷം ദേഷ്യമായിട്ടും വെറുപ്പായിട്ടും കോപമായിട്ടും ഒക്കെ രൂപപ്പെടുന്നുണ്ടാകാം. ഒരുപക്ഷെ മദ്യപാനികളെന്ന് മുദ്ര കുത്തപ്പെട്ട ചിലരെങ്കിലും ഉള്ളിലെ സംഘർഷം ഒരു പരിധി വിട്ടപ്പോഴായിരിക്കും ഈ മദ്യപാനത്തിന് ആ രോഗത്തിന് അടിമപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അതിനെ ന്യായീകരിക്കാനല്ല ഇത് പറഞ്ഞത്. ഇത് പക്ഷേ അച്ഛനത് പറഞ്ഞു കിട്ടിയത് കൊണ്ട് ചില കുടിയന്മാർ പറയും, ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം, എനിക്ക് ഭയങ്കര സംഘർഷമാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തോ ചെയ്യും? സത്യത്തിൽ അതും ചികിത്സ ആവശ്യമുള്ള രോഗമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ എക്സ്ക്യൂസ് പറയരുത്. പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവരും കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മദ്യപിക്കുന്നത് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഉപാധിയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് പുരുഷന്മാർക്കുള്ള സംഘർഷത്തെക്കാൾ 7 മടങ്ങ് മനസംഘർഷമാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ ഒരു കുപ്പി കുടിക്കുമ്പോൾ സ്ത്രീകൾ 7 കുപ്പി കുടിക്കണം, വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കണം. എടി, നിൻ്റെ സംഘർഷമൊക്കെ മാറട്ടെ, നീ അങ്ങോട്ട് കുടിക്കുക എന്ന് പറയണം. ഇപ്പോൾ മലയാളി അവിടം വരെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് ആഘോഷമായിട്ടാണ് കുടിക്കുക. ആ നിലകളിലേക്കൊക്കെ നമ്മുടെ സംസ്കാരം വഴുതിപ്പോയി. മക്കളെയും കൂട്ടുന്നുണ്ട്. എന്നാൽ ഈ കൊടിയ മദ്യപാനികളായി എത്ര പേര് തൻ്റെ ഭാര്യയ്ക്ക് കുപ്പി വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത്, എടി നിൻ്റെ ടെൻഷൻ അങ്ങോട്ട് മാറട്ടെ, ഇതങ്ങോട്ട് കുടിക്കടി എന്ന് പറയുമോ? അഥവാ തൻ്റെ ഭാര്യ മദ്യപിച്ച് ലക്ക് കെട്ട് ഭർത്താവ് വരുമ്പോൾ വീടിൻ്റെ വരാന്തയിൽ, എൻ്റെ പ്രിയപ്പെട്ടവൻ വന്നല്ലോ, എന്തോ ഉണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ? ഇപ്പോഴാടി നീ എനിക്ക് പറ്റിയ ഭാര്യയായതെന്ന് പറയുമോ? ചവിട്ടി മെതിച്ച് കൊല്ലില്ലേ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് ന്യായീകരണമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ടവർ അതേ കാര്യം ചെയ്താൽ അത് കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നീതി എന്താണ്?